Hi students, last class we are discussed about what is segment and the different types of segments. The code segment, data segment, extra segment and the stack segment. Today we are going to discuss about what is a segmentation. Segmentation means the total memory size is divided into segments of various sizes. That means നമ്മുടെ ഒരു മെമ്മറിയെ ഡിഫറെൻറ്റ് സൈസിലുള്ള ഓരോ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെയാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ സെഗ്മെൻറ്റ്സും ഈച്ച് സെഗ്മെൻറ്റ്സ് റിക്വയർ 16 ബിറ്റ്. ഓരോ സെഗ്മെൻറ്റ്സിനും 16 ബിറ്റ്സ് ആണ് അലൗട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് ഈ സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്? ഈ ബേസ് അഡ്രസ്സ് അല്ലെങ്കിൽ എന്തിനെങ്കിലും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നത്. ഈച്ച് രജിസ്റ്റർ സ്റ്റോർസ് ദ ബേസ് അഡ്രസ്. ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ്. ബിക്കോസ് ദ സെഗ്മെൻറ്റ് രജിസ്റ്റർ കനോട്ട് സ്റ്റോർ 20 ബിറ്റ്സ്. നമ്മുടെ ഈ സെഗ്മെൻറ്റ്സിന് അല്ലെങ്കിൽ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിന് ഈ 20 ബിറ്റ്സ് 16 ബിറ്റ്സിനേക്കാളും കൂടുതലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദേ ക്യാൻ ഓൺലി സ്റ്റോർ അപ്പർ 16 ബിറ്റ്സ് ഓൺലി. നമ്മളിപ്പോൾ എത്ര ഡാറ്റയാണെന്നുണ്ടെങ്കിലും അതിൽ 16 ബിറ്റ്സ് അപ്പർ 16 ബിറ്റ് പോർഷൻ മാത്രമേ അവർക്ക് സ്റ്റോർ ചെയ്യാൻ സാധ്യമാവുള്ളൂ. So segmentation makes easy to keep users, programs and data separate from one another. That means അതായത് നമ്മുടെ ഈ സെഗ്മെൻറ്റേഷൻ എന്താ ഹെൽപ്ഫുൾ ആവണ എങ്ങനെയാണ്? ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു യൂസറിൻ്റെ ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഡാറ്റയൊക്കെ ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെഗ്മെൻറ്റേഷൻ ഈസി ആയിട്ട് നമ്മുടെ യൂസേഴ്സിന് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒരു 20 ബിറ്റ് അഡ്രസ്സ് നമ്മളൊരു 16 ബിറ്റ് രജിസ്റ്ററിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സിൽ എങ്ങനെ സ്റ്റോർ ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു 16 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതും കൂടെ ഒന്ന് നോക്കാം. എക്സാമ്പിൾ, ഡാറ്റ സെഗ്മെൻറ്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താ? 2222H. ഓക്കെ, അപ്പോൾ അത് 16 ബിറ്റ് ഡാറ്റയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? BIU മീൻസ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്. ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്താ? ഒരു 0H എന്നുള്ള വാല്യൂ, അതായത് 0 എന്നാണ് അതിൻ്റെ വാല്യൂ. അതിനെ ഈ LSB നമ്മൾക്ക് കിട്ടിയ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഡാറ്റയില്ലേ അതിലേക്ക് അപ്പൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്കൊന്ന് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ബേസ് അഡ്രസ്സ് അല്ലെങ്കിൽ ഡാറ്റ സെഗ്മെൻറ്റിലെ ബേസ് അഡ്രസ്സ് എന്ത് വരും? 2222 ഓക്കെ, LSBയും MSBയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. LSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡാറ്റയുടെ റൈറ്റ് മോസ്റ്റിലുള്ള അതിനെയാണ് LSB എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് മോസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് MSB എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ LSBയിലേക്കാണ് അല്ലേ നോക്കിയാൽ, ഇവിടെ ഈ 2222Hൻ്റെ LSB എന്ന് പറയുമ്പോൾ റൈറ്റ് പോർഷൻ, ആ റൈറ്റ് പോർഷനിലേക്കാണ് 0H ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 20 ബിറ്റ് അഡ്രസ്സായിട്ട് കിട്ടി. അതുപോലെ തന്നെ ലോജിക്കൽ അഡ്രസ് ഈസ് സ്പെസിഫൈഡ് ലൈക്ക്, നമ്മുടെ ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും. അപ്പോൾ ഈ ലോജിക്കൽ അഡ്രസ്സിനെ സ്പെസിഫൈ ചെയ്യുന്നത് അതായത് ഡാറ്റ സെഗ്മെൻറ്റിലെ വാല്യൂ ആണ്. ഇപ്പോൾ എന്താ ഡാറ്റ സെഗ്മെൻറ്റിലുള്ള വാല്യൂ? 2222H ആണ് വരുന്നത് അല്ലേ. ആൻഡ് പിന്നെന്താ, ലോജിക്കൽ അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡാറ്റ സെഗ്മെൻറ്റ്സിൻ്റെ വാല്യൂം അതുകൂടെ തന്നെ ഒരു ഓഫ്സെറ്റ് വാല്യൂയും കൂടെ ഉണ്ട്. ആ ഓഫ്സെറ്റ് വാല്യൂ ആണ് 0016H എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് അതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടണം. ആ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് എഫക്റ്റീവ് അഡ്രസ് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് സെഗ്മെൻറ്റ് പ്ലസ് ഓഫ്സെറ്റ്. അതായത് ഏതാണോ സെഗ്മെൻറ്റ്, ഇപ്പോൾ ഡാറ്റ സെഗ്മെൻറ്റ്സ് ആയിരിക്കാം, എക്സ്ട്രാ സെഗ്മെൻറ്റ്, നമുക്ക് 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് പഠിച്ചു. ഈ രജിസ്റ്ററിലുള്ള എന്താണോ ഏതെങ്കിലും ഒരു രജിസ്റ്റർ അതിലുള്ള സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൂടെ പ്ലസ് ഓഫ്സെറ്റ്, ഒരു ഓഫ്സെറ്റ് വാല്യൂയും കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ എഫക്റ്റീവ് അഡ്രസ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ദെൻ എക്സിക്യൂഷൻ യൂണിറ്റ്, നമ്മൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റും അതുപോലെ തന്നെ എക്സിക്യൂഷൻ യൂണിറ്റ് നമ്മുടെ ഫസ്റ്റ് ഡയഗ്രത്തിൽ ആർക്കിടെക്ചറിൽ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് എക്സിക്യൂഷൻ യൂണിറ്റ് വരുന്നത്. എക്സിക്യൂഷൻ യൂണിറ്റിൻ്റെ ഫങ്ഷൻ എന്താ? ടു ടെൽ BIU വേർ ടു ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ഓർ ഡാറ്റ ഫ്രം. അതായത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിനോട് പറഞ്ഞു കൊടുക്കും എവിടെ നിന്നാണ് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫെച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിന് പറഞ്ഞു കൊടുക്കും. ഓക്കെ,
ദെൻ ടു ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ, എന്നിട്ട് എന്ത് ചെയ്യും, ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും, അതുപോലെ തന്നെ ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദ എക്സിക്യൂഷൻ യൂണിറ്റ് കണ്ടെയ്ൻസ് കൺട്രോൾ സർക്യൂട്ടറി വിച്ച് ഡയറക്ട്സ് ഇൻറ്റേർണൽ ഓപ്പറേഷൻസ്. അതായത് ഈ എക്സിക്യൂഷൻ യൂണിറ്റിൽ കൺട്രോൾ സർക്യൂട്ടറി കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻറ്റേർണൽ ആയിട്ടുള്ള അവിടെ നടക്കുന്ന ഓപ്പറേഷൻസിനൊക്കെ എങ്ങോട്ടേക്കാണോ ഡയറക്റ്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ സർക്യൂട്ടറി എക്സിക്യൂഷൻ യൂണിറ്റിലുണ്ട്. Okay, then the decoder in the execution unit translates instructions fetched from the memory into series of actions which the execution unit carries out. അതായത് നിങ്ങൾക്ക് ആ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഡയഗ്രാം നോക്കി പഠിക്കണം കേട്ടോ. അതായത് നമ്മുടെ ഡീകോഡർ എക്സിക്യൂഷൻ യൂണിറ്റിലുള്ള ഡീകോഡർ ഉണ്ട്. ആ ഡീകോഡർ എന്താ ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷനെ ട്രാൻസ്ലേറ്റ് ദ ഇൻസ്ട്രക്ഷൻ ഫെച്ച്ഡ് ഫ്രം ദ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനൊക്കെ എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ സീരീസ് ഓഫ് ആക്ഷൻസ്. കുറച്ച് അതെന്താണോ പെർഫോം ചെയ്യുന്നത് ആ ഒരു ആക്ഷനിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്താണോ ചെയ്യേണ്ടത് ആ ഓപ്പറേഷൻസ് അവിടെ ഡീകോഡർ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ ദ എക്സിക്യൂഷൻ യൂണിറ്റ് ഹാസ് എ 16-bit ALU. നമ്മുടെ ഈ എക്സിക്യൂഷൻ യൂണിറ്റിന് എന്തുണ്ട്? ഒരു 16 ബിറ്റ് ALU. ALU മീൻസ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവരെന്താ 8 ബിറ്റ് ഓപ്പറേഷൻസും ചെയ്യും, അതുപോലെ തന്നെ 16 ബിറ്റ്സ് ഓപ്പറേഷൻസും ചെയ്യും. ഇറ്റ് ക്യാൻ ആഡ്, സബ്സ്ട്രാക്ട്, മൾട്ടിപ്ലൈ, ഡിവൈഡ് ആൻഡ് ഓർ, എക്സോർ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, കോംപ്ലിമെൻറ്റ് ഓർ ഷിഫ്റ്റ് ബൈനറി നമ്പേഴ്സ്. അതായത് ALUയിൽ നടത്തുന്ന ഓപ്പറേഷൻസ് ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്പറേഷൻസൊക്കെ ഈ ALUയിൽ വെച്ചിട്ടാണ് എക്സിക്യൂഷൻ യൂണിറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ നമുക്കറിയാം എക്സിക്യൂഷൻ യൂണിറ്റിലാണ് ഫസ്റ്റ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്. ആ ഡയഗ്രത്തെ കാര്യമാണ് പറയുന്നത്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് താഴെ ഭാഗമാണ് എക്സിക്യൂഷൻ യൂണിറ്റ് വരുന്നത്. ഈ എക്സിക്യൂഷൻ യൂണിറ്റിൽ എന്താ? ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അടുത്തത് അതാണ് ജനറൽ പർപ്പസ് രജിസ്റ്റർ. GPRS എന്താണെന്നാണ് പറയുന്നത്. എക്സിക്യൂഷൻ യൂണിറ്റ് ഹാസ് 8 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് കോൾഡ് AH, AL, BH, BL, CH, CL, DH ആൻഡ് DL. അതായത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 8 എണ്ണമാണ് വരുന്നത്. അതൊക്കെ ഏതൊക്കെയാണ്? AHും ALും, BH, BL, CH, CL, DH, DL. Okay, these registers can be used individually for temporary usage of 8-bit data. അതായത് ഈ AHനെ നമുക്ക് സിംഗിളായിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിലെന്താ 8 ബിറ്റ് ഡാറ്റ മാത്രമേ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കെന്താ 16 ബിറ്റ്സ് certain pairs of this general purpose register can be used together to store 16-bit data words. ഇത് നമുക്ക് ചില ഇതിപ്പോൾ സിംഗിളായിട്ട് AHLൊക്കെ നമ്മൾ ഓരോന്നായിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ 8 ബിറ്റ് നമുക്ക് പറ്റുള്ളൂ അതിൽ സ്റ്റോർ ചെയ്യാൻ. പക്ഷേ ചില പെയേഴ്സ് ഇപ്പോൾ 2 എണ്ണമൊക്കെയാണ് AHും ALും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ നമുക്ക് വേണമെങ്കിൽ 16 ബിറ്റ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, ആ പെയേഴ്സാണ് പറയുന്നത്. ആക്സെപ്റ്റബിൾ രജിസ്റ്റർ പെയേഴ്സ് ആർ AH ആൻഡ് AL. പിന്നെ AH ALും അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര? നമുക്ക് 16 ബിറ്റ് അതിൽ സ്റ്റോർ ചെയ്യാം. BH BLും കൂട്ടിയാലും അതുപോലെ തന്നെ 16 ബിറ്റ്. CH ആൻഡ് CLും 16 ബിറ്റ്. DH ആൻഡ് DLും എന്താണ് 16 ബിറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ക്ലിയർ ആണോ? ദെൻ ദ AH AL പെയർ ഈസ് റെഫേർഡ് ടു ആസ് AX രജിസ്റ്റർ. അതായത് AHനെയും ALനെയും കൂടെ പൊതുവായിട്ട് പറയുന്നത് നമ്മൾ AX രജിസ്റ്ററാണ്. അതുപോലെ തന്നെ BH BL എന്ന് പറഞ്ഞിട്ടുള്ള ആ പെയറിനെ പൊതുവായിട്ട് നമ്മൾ BX രജിസ്റ്റർ. ഓൾസോ CHനെയും CLനെയും കൂടെ ഒരുമിച്ച് CX രജിസ്റ്റർ എന്ന് പറയും. ദെൻ DHനെയും DLനെയും ആ പെയറിനെ നമ്മൾ DX രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് AX രജിസ്റ്റർ? AX രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൽ AHും ഉണ്ട് ALും ഉണ്ട്. ഓക്കെ, അപ്പോൾ AX രജിസ്റ്റർ ഓൾസോ നോൺ ആസ് അക്യുമുലേറ്റർ രജിസ്റ്റർ. AXനെ അക്യുമുലേറ്റർ രജിസ്റ്റർ എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് സ്റ്റോഴ്സ് ഓപ്പറാൻഡ്സ് ഫോർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് ഡിവൈഡ്, റൊട്ടേറ്റ്. നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒരുപാട് ചെയ്യുന്നുണ്ട് അല്ലേ?
അപ്പോൾ ഈ അരിതമെറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറാൻഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്യുമുലേറ്റഡ് രജിസ്റ്റർ അല്ലെങ്കിൽ AX രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ BX രജിസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദിസ് രജിസ്റ്റർ ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ ബേസ് രജിസ്റ്റർ. BXനെ നമ്മൾ ബേസ് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ബേസ് രജിസ്റ്റർ എന്തിനാ? സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BX രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ CX രജിസ്റ്റർ. CX മീൻസ് കൗണ്ടർ രജിസ്റ്റർ ആണെന്നാണ് നമ്മൾ CX രജിസ്റ്ററിനെ പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഇൻ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് ടു സ്റ്റോർ ലൂപ്പ് കൗണ്ടർ. നമുക്കറിയാം മേ ബി നമ്മൾ ലൂപ്പ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്ര കൗണ്ട് അത് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തെന്നുള്ള കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ CX രജിസ്റ്റർ ആയിട്ടുള്ള കൗണ്ടർ രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ലാസ്റ്റ് വൺ DX രജിസ്റ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ് ഫോർ IO ഇൻസ്ട്രക്ഷൻസ്. അതായത് നമുക്കറിയാം IO ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. ആ സമയത്ത് അതിൻ്റെ പോർട്ട് അഡ്രസ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ പോർട്ട് അഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DX രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഫ്ലാഗ് രജിസ്റ്റർ. ഫ്ലാഗ് രജിസ്റ്റർ എന്തിനാ? ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്ലാഗ് രജിസ്റ്റർ 16 ബിറ്റാണ്. എക്സിക്യൂഷൻ യൂണിറ്റിലുള്ള മറ്റൊന്നാണ് ഫ്ലാഗ് രജിസ്റ്റർ. അത് 16 ബിറ്റാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ പ്രോസസ്സർ ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റ് എന്താ, പ്രോസസ്സറിൻ്റെ കറണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ അപ്പോഴെന്താണോ കറൻ്റ്ലി അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആ കറണ്ട് സ്റ്റേറ്റ് എന്താണോ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ദെൻ ദേ ആർ മോഡിഫൈഡ് ഓട്ടോമാറ്റിക്കലി ബൈ CPU ആഫ്റ്റർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. അതായത് ഫ്ലാഗ് രജിസ്റ്ററിലുള്ള വാല്യൂ നമ്മൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് CPU ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഏതാണോ അവിടെ ഓപ്പറേഷൻ, എന്ത് ഓപ്പറേഷനാണോ കഴിഞ്ഞത് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ റിസൾട്ടല്ല അതിൻ്റെ സ്റ്റാറ്റസ് എന്താണോ അത് ഈ ഫ്ലാഗ് രജിസ്റ്ററിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, then this allows to determine the type of the result and to determine condition to transfer control to other parts of the program. Means എന്താ, നമ്മൾ ഈ ഫ്ലാഗ് രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് ടൈപ്പ് റിസൾട്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് എങ്ങോട്ടേക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ട്രാൻസ്ഫർ കൺട്രോൾ എങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫ്ലാഗ് രജിസ്റ്റേഴ്സിലുള്ള വാല്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ 8086 ഹാസ് 9 ഫ്ലാഗ്സ് ആൻഡ് ദേ ആർ ഡിവൈഡഡ് ഇൻറ്റു 2 കാറ്റഗറീസ്. മെയിനായിട്ട് നമ്മൾ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് 9 എണ്ണമാണ് പറയുന്നത്. അതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, കണ്ടീഷണൽ ഫ്ലാഗ്സ് ആൻഡ് കൺട്രോൾ ഫ്ലാഗ്സ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലാഗ് രജിസ്റ്റേഴ്സാണ് ഈ ഡയഗ്രത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താ നോക്കാം. Conditional flags represent a result of last arithmetic or logical instructions executed. കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ലാസ്റ്റ് എന്ത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ റിസൾട്ടാണ്, അല്ലെങ്കിൽ അത് എന്തൊരു ടൈപ്പ് റിസൾട്ടാണെന്നുള്ളതാണ് ഈ കണ്ടീഷണൽ ഫ്ലാഗ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. കണ്ടീഷണൽ ഫ്ലാഗ്സാണ് ടൈപ്സാണ്. ഫസ്റ്റ് വൺ ക്യാരി ഫ്ലാഗ് അല്ലെങ്കിൽ CF. ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ കാണാൻ പറ്റും CF. ഈ ഒരു ഡയഗ്രത്തിൽ CF എന്താ? ദിസ് ഫ്ലാഗ് ഇൻഡിക്കേറ്റ്സ് ആൻ ഓവർഫ്ലോ കണ്ടീഷൻ ഫോർ അൺസൈൻഡ് ഇൻറ്റീജർ അരിതമെറ്റിക്. അതായത് നമുക്കറിയാം എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ, അരിതമെറ്റിക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അവിടെ ഓവർഫ്ലോ വരാം അല്ലേ. ഓവർഫ്ലോ മീൻസ് എക്സ്ട്രാ എന്തെങ്കിലും ഡാറ്റ നമ്മൾ അഡീഷനോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ വരാം. ആ സമയത്ത്
നമ്മുടെ ഈ ക്യാരി ഫ്ലാഗ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഓവർഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗിൻ്റെ അവിടെ 1 ആയിരിക്കും, അതർവൈസ് അവിടെ 0 ആയിരിക്കും. ഓവർഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ 0 ആയിരിക്കും വാല്യൂ. ഓക്കെ, രണ്ടാമത്തെയാണ് ഓക്സിലറി ഫ്ലാഗ് അല്ലെങ്കിൽ AF. ഓക്സിലറി ഫ്ലാഗ് എന്തിനാ? ഇഫ് ആൻ ഓപ്പറേഷൻ പെർഫോംഡ് ഇൻ ALU ജനറേറ്റ്സ് എ ക്യാരി ഓർ ബോറോ ഫ്രം ലോവർ നിപ്പിൾ, അതായത് ടു അപ്പർ നിപ്പിൾ. അതായത് നമ്മളിപ്പോൾ ALUവിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്തു, അതിൽ എന്തെങ്കിലും ബോറോയോ ക്യാരിയോ, അല്ലേ, ബോറോയോ ക്യാരിയോ നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ മുന്നേ പഠിച്ചതായിരിക്കും. ബോറോ ക്യാരി നമ്മൾ അഡീഷണൽ സബ്സ്ട്രാക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബോറോ അല്ലെങ്കിൽ ക്യാരിയോ ഒക്കെ വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ ഓക്സിലറി ഫ്ലാഗ് എന്ത് ചെയ്യും, സെറ്റായി നിൽക്കും. അല്ലാത്ത ടൈമിൽ എന്ത് ചെയ്യും, അത് റീസെറ്റ് അല്ലെങ്കിൽ 0 എന്നുള്ള വാല്യൂ ആയിട്ട് വരും. ഓക്കെ, ദെൻ പാരിറ്റി ഫ്ലാഗ് PF എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പാരിറ്റി ഫ്ലാഗ് എന്താ? ദിസ് ഫ്ലാഗ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ പാരിറ്റി ഓഫ് റിസൾട്ട്. റിസൾട്ടിൽ നമുക്കറിയാം ഓഡ് പാരിറ്റി, ഈവൻ പാരിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇത് നമ്മളുടെ റിസൾട്ട് ഓഡ് പാരിറ്റി ആണോ അതോ ഈവൻ പാരിറ്റി ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പാരിറ്റി ഫ്ലാഗ് ആണ്. റിസൾട്ട് ഓഡ് പാരിറ്റി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓഡ് പാരിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈവൻ പാരിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ കിട്ടിയ റിസൾട്ട് നമുക്കറിയാം 0s and 1s ആയിരിക്കും നമ്മുടെ റിസൾട്ട്. അപ്പോൾ ആ കിട്ടിയ റിസൾട്ടിൽ ഈവൻ നമ്പർ ഓഫ് 1s ആണെന്നുണ്ടെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റായിരിക്കും. അതായത് 1 എന്നുള്ള സംഖ്യയുടെ എണ്ണം ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ അവിടെ പാരിറ്റി ഫ്ലാഗ് സെറ്റായി വെക്കും, അല്ലെങ്കിൽ 1 ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അല്ല, നമ്മുടെ 1സിൻ്റെ എണ്ണം ഓടാണെന്നുണ്ടെങ്കിൽ, ഓഡ് നമ്പർ മീൻസ് ഒറ്റ സംഖ്യയാണ് നമ്മുടെ 1 എന്നുള്ള ഡിജിറ്റിൻ്റെ എണ്ണം കിട്ടുന്നതെങ്കിൽ അത് ഓഡ് പാരിറ്റിയാണ്. ഓഡ് പാരിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ പാരിറ്റി ഫ്ലാഗ് എന്തായിരിക്കും, 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യും അല്ലെങ്കിൽ റീസെറ്റ് ആക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് 0 ഫ്ലാഗ്. ZF ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 0 ഫ്ലാഗ് എപ്പോഴാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷനിൽ 0 ആണ് നമ്മുടെ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഈ 0 ഫ്ലാഗ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വയ്ക്കും. അതർവൈസ് ഇറ്റ് വിൽ ബി റീസെറ്റ്, അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യും അല്ലെങ്കിൽ 1 ആക്കി വയ്ക്കും. ക്ലിയർ ആണോ? ദെൻ അടുത്തത് സൈൻ ഫ്ലാഗ്. SF ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോർമാറ്റ്, ദ സൈൻ ഓഫ് നമ്പർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ MSB ബിറ്റ്. നമ്മുടെ സൈൻ ഫ്ലാഗ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മുടെ റിസൾട്ടിലെ MSB ബിറ്റ്, MSB മീൻസ് നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റിലുള്ള ബിറ്റ്, അവിടെയാണ് നമ്മൾ അതിൻ്റെ സൈനിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സൈന്, ഇഫ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഈസ് നെഗറ്റീവ് സൈനാണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, സെറ്റ് ചെയ്ത് വയ്ക്കും. എന്ത്? സൈൻ ഫ്ലാഗ് 1 ആക്കി വയ്ക്കും. സെറ്റ് മീൻസ് 1 ആക്കി വയ്ക്കുക, റീസെറ്റ് മീൻസ് 0 ആക്കി വയ്ക്കുക. സൈൻ അവിടുത്തെ റിസൾട്ടിൽ നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ 1 ആക്കി വയ്ക്കും. അതർവൈസ് സൈൻ ഫ്ലാഗ് എന്ത് ചെയ്യും, 0 ആക്കി വയ്ക്കും. ദെൻ ഓവർഫ്ലോ ഫ്ലാഗ്, OF ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Then overflow flag, it occurs when signed numbers are added or subtracted. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്തോ, അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഓവർഫ്ലോ വരാം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ മെമ്മറി സൈസിനേക്കാളും അല്ലെങ്കിൽ മെഷീനിൻ്റെ കപ്പാസിറ്റിയേക്കാളും കൂടുതലാണ് നമുക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്റ്റ് ചെയ്യാനോ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കതിനെന്താ, ആ കപ്പാസിറ്റിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ അതൊരു ഓവർഫ്ലോ കണ്ടീഷനാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താ, ഈ ഓവർഫ്ലോ ഫ്ലാഗ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വയ്ക്കും. അല്ലാത്ത സമയത്ത് റീസെറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.